ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഹാർട്ട് വെച്ചുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഹാർട്ടാണ്. ചിക്കൻ്റെ ഹാർട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ്റെ ഹാർട്ടാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വച്ചേക്കുന്ന ഹാർട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ്റെ ഹാർട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാമേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഹാർട്ട് കറി വെക്കാനായിട്ട് എന്നൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് നോക്കാം. അതിന് ഞാനൊരു ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ 3-4 മുളക് ഇങ്ങനെ നടുവ് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്ത് നമ്മുടെ പാൻ ചൂടാകാനായിട്ട് അതിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമ്മുടെ ഈ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മുളക്, നമുക്ക് അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാവേ. നിങ്ങൾക്ക് എന്തേരെയാണോ ഉപ്പ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണേ. അപ്പം ഇതിലേക്ക് അതായത് ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴന്ന ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്പൂണ് ഗരം മസാലയാണ് ഈ ഇട്ട് കൊടുക്കണേ. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇതുപോലെ ഒരു സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തേ. മീറ്റ് മസാല എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് നിറച്ച് യോജിപ്പിക്കണേ. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ്, ഒരു സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണേ. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ. ഒത്തിരി ആഡ് ചെയ്ത് കൊടുക്കല്ലേ, ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാലയും ഇതെല്ലാം കൂടെ ഇതെല്ലാം പോയി നല്ല ഇതായിട്ടുണ്ട്. നല്ല മസാലയുടെ ആ കുത്തലുമണം എല്ലാം പോയിട്ട് നമ്മുടെ മസാല ഇപ്പോൾ ഈ പരുവാണ്. നമ്മൾ ഇതിലേക്ക്
നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ്റെ ഹാർട്ട്, ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ഹാർട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അതിലേക്ക് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ഹാർട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. നമ്മളിത് എടുക്കുമ്പോഴൊക്കെ ഒരു ചെറിയ മീഡിയം ഫ്ലെയറിലിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അധികം വെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. കാരണം ഇതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങിയാണ് ഇത് വരേണ്ടത്. അതപ്പോൾ നമുക്ക് അതിനുള്ള സമയം കൂടെ കൊടുക്കണമായിട്ടാണ്. അതുകൊണ്ട് നമ്മളിത് മീഡിയം ഫ്ലെയറിലിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഹാർട്ടിൽ നല്ലതുപോലെ കൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. മസാലയെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു സ്വല്പം വത്തലമുളകില്ല, അതായത് ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചേക്കുന്ന വത്തലമുളക് ഒരു സ്പൂൺ ഇട്ടു. അധികം ഇട്ട് കൊടുക്കല്ലേ, 1 സ്പൂണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണേ. എനിക്കിപ്പോൾ അധികം എരിവൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം, അതായത് എൻ്റെ മുളകിനാണെങ്കിലും വലിയ എരിവില്ലാത്ത മുളകാണേ. അതുകൊണ്ടാണ് ഞാനൊരു സ്വല്പം ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടാം. അതുപോലെ തന്നെ ഈ ഇങ്ങനെ ചതച്ച് വെച്ചേക്കുന്ന ഈ മുളകിൻ്റെ എണ്ണവും കൂട്ടാം, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവൊക്കെ വേണ്ടവരാണെങ്കിൽ. എനിക്കിപ്പോൾ അധികം എരിവൊന്നും വേണ്ട, ഞാൻ അധികം എരിവ് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട്, ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തേരിയാ വേണ്ടതെന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇത് നിന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ അടുപ്പ് വെച്ച് അടച്ചു വെക്കണം. ഇനി ഒരു 10-20 മിനിറ്റത്തേക്ക് അത് അവിടെ നിന്ന് വേകണം. നമ്മളപ്പോൾ അടച്ചു വെച്ചേക്കുവാണേ ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയർ വേണം ഇടാൻ, മറന്നു പോകല്ലോ. അതില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കും കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയറിൽ ഇടാവുള്ളേ. അപ്പം നമുക്ക് നമ്മുടെ മൂടി ഒന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്ത് വെള്ളമൊക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഇതുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഈ മൂടി വെച്ച് ഇളക്കി ഒന്ന് കൊടുക്കണേ. അതായത് ചോട്ട് പിടിക്കാതിരിക്കാണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വെക്കാവേ. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഹാർട്ട് റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാവേ. ഓക്കെ, നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഹാർട്ട് നല്ല അടിപൊളിയായി വെന്ത് നല്ല അടിപൊളിയായി. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമ്മളുടെ ചിക്കൻ്റെ ഹാർട്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.